കുട്ടികളൊക്കെ ടീനേജിൽ എന്തെങ്കിലും പ്രോബ്ലമൊക്കെ കാണിക്കുമ്പോൾ അവരെ ഇങ്ങനെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുക, അവരെ ഫോഴ്സ് ചെയ്ത് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുക. ഇതൊക്കെ ശരിക്കും കൗണ്ടർ പ്രൊഡക്റ്റീവാണ്. ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം കുട്ടികളിലുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അതൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അത് തന്നെ പകുതി വിജയമാണ്. കാര്യമൊന്ന് മനസ്സിലാക്കുക, എന്താണ് ഈ കുട്ടിയുടെ പ്രശ്നം. അവൻ മൊബൈൽ ഫോണിൽ നിന്ന് വെളിയിലിറങ്ങാത്തതിൻ്റെ കാരണം എന്താ? അവൻ ചിലപ്പോൾ അവൻ്റെ ചുറ്റുമുള്ള മനുഷ്യരെ ഇഷ്ടപ്പെടുന്നില്ല, അവരുമായിട്ട് ഇടപെടാൻ പോലും അവന് താല്പര്യമില്ല. ചില കുട്ടികൾ കോളേജിൽ പോകുന്നില്ല, ചിലപ്പോൾ അവന് അവിടെ ചെന്നിട്ടൊന്നും പഠിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല. അവന് പറ്റാത്തൊരു കോഴ്സായിരിക്കും ആ കുട്ടി പഠിക്കുന്നത്. ചിലപ്പോൾ അവൻ ആ പിയർ പ്രഷർ താങ്ങാൻ പറ്റാത്ത ഒരു മാനസികമായ കരുത്തില്ലാത്തവനായിരിക്കാം. എന്താണ് കുട്ടികളുടെ പ്രശ്നം? കുട്ടികൾ വലിയ വയലൻസൊക്കെ കാണിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഭയങ്കരമായി എല്ലാവരെയും കുറ്റപ്പെടുത്തുക, വയലൻസ് കാണിക്കുക, അവൻ്റെ മാനസികാരോഗ്യവും വൈകാരികാരോഗ്യമൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവരെ നമ്മൾ മനസ്സിലാക്കാനും അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനും അതിന് പരിഹാരം നമുക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ അത് പരിഹരിക്കാൻ കഴിയുന്ന ആൾക്കാരെ ഒന്ന് സമീപിക്കാനും. ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, സാറേ 20 വയസ്സ് കഴിഞ്ഞ് ഇനിയും വല്ലതും പറ്റുമോ? നമുക്കങ്ങനെ കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ 20 വയസ്സല്ല 40 വയസ്സായാലും ശ്രമിച്ചു നോക്കണം. ഇതൊക്കെ 10 വയസ്സിലും 5 വയസ്സിലുമൊക്കെയാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്. 15 വയസ്സിലും 18 വയസ്സിലുമാണ് അതിൻ്റെ ഏറ്റവും ഭംഗിയായ സമയമെങ്കിൽ. പക്ഷെ സമയം പോയാലും ഒരു മനുഷ്യനെ രക്ഷിക്കാനുള്ള എല്ലാ വഴികളും നമ്മൾ നോക്കണം. ആരും മോശമാകാനായിട്ട് ഈ ലോകത്ത് ജനിക്കുന്നില്ല, നമ്മൾ മോശമാക്കി കളയുന്നതാണ്. ഇതിലൊക്കെ നമ്മളുടെ കോൺട്രിബ്യൂഷൻസ് ധാരാളമായിട്ടുണ്ട്. പേരൻസിൻ്റെ ഉണ്ട്, സ്കൂളിങ്ങിൻ്റെ ഉണ്ട്, സമൂഹത്തിൻ്റെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകാത്തത് കൊണ്ട് പലപ്പോഴും കുട്ടികളിലാണ് അതിൻ്റെ ബ്ലെയിമൂടെ വരുന്നത്. പേരൻസ് സ്ഥിരമായി എന്നോട് തിരക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് ഈ വീഡിയോ. നിങ്ങൾ അവസാനം വരെ കേൾക്കുക. വേണ്ടത്ര ആലോചനകളില്ലാതെ കുട്ടികളുടെ സ്കൂൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നത് പലതരത്തിലും അത് കുട്ടികളെ പ്രതികൂലമായിട്ട് ബാധിക്കാറുണ്ട്. അപ്പോൾ ഈ അടുത്തിടയിൽ സംസാരിച്ചൊരു പേരൻ്റാണ്. കുട്ടിയെ ഇപ്പോഴത്തെ ഒരു പുതിയ സംവിധാനമാണ് ഈ ഇൻ്റഗ്രേറ്റഡ് +2 എന്നൊക്കെ പറയുന്ന ഒരു പരിപാടിയുണ്ട്. അത് എൻട്രൻസ് കോച്ചിങ്ങും +1 +2 കൂടെ ഒരുമിച്ചുള്ളൊരു പരിപാടിയാണ്. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി സാധനങ്ങൾ ചന്തയിൽ വിൽക്കാൻ വരും. നമ്മുടെ കുട്ടികൾക്ക് ഇതൊക്കെ വേണ്ടതാണോ വേണ്ടാത്തതാണോ? ഒരു സ്കൂളെന്ന് പറഞ്ഞാൽ വെറും കുറച്ച് പഠിത്തം മാത്രമല്ല. പ്രത്യേകിച്ച് കുട്ടികളൊരു 15 വയസ്സിലൊക്കെ എത്തി നിൽക്കുമ്പോൾ ആ 15 മുതൽ 18 വയസ്സ് വരെയുള്ള ആ +1 +2 കാലഘട്ടം എന്നൊക്കെ പറയുന്നത് വെറും കുറച്ച് നോളജ് ഫില്ല് ചെയ്യാനുള്ളൊരു സമയം മാത്രമല്ല, അവരുടെ വ്യക്തിത്വ വികസനത്തിൻ്റെ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ടൈമാണ്. അവർക്ക് നല്ല എക്സ്പോഷർ, നല്ല സൗഹൃദങ്ങൾ, നല്ല ബന്ധങ്ങൾ, അവർ സമൂഹവുമായിട്ടും ചുറ്റുപാടുമായിട്ടും ഒക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഒരു ടൈമാണത്. ആ സമയത്തൊക്കെ ചില കുട്ടികളെ അങ്ങനെയൊക്കെ മാറ്റിക്കഴിയുമ്പോൾ അവർക്ക് വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത്. പലപ്പോഴും ഇത് കുട്ടികളുടെ ഒരു തീരുമാനമല്ല, പേരൻസ് അവർക്ക് വേണ്ടി എടുക്കുന്ന ചില തീരുമാനങ്ങളാണ്. അപ്പോൾ അതുവരെ അവർക്കുണ്ടായിരുന്ന കൂട്ടുകാരെ നഷ്ടപ്പെടുന്നു, അതുവരെ അവരെ മനസ്സിലാക്കിയിരുന്ന അധ്യാപകരെ നഷ്ടപ്പെടുന്നു. മാത്രമല്ല ഈ കൊണ്ടുപോകുന്ന പല സ്ഥലങ്ങളും ചില ബ്രോയിലർ ചിക്കനെ വളർത്തുന്നവരുള്ളൊരു പരിപാടിയാണ്. ഈ വിറ്റമിൻ കുത്തിവെപ്പിച്ച് ബ്രോയിലർ ചിക്കനെ തടി വെപ്പിക്കുന്ന പോലെ കുറേ ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ കുത്തി നിറച്ച് പിള്ളേരെ എന്തോ ആക്കാനുള്ളൊരു ശ്രമമാണ് അവിടെയൊക്കെ നടക്കുന്നത്. ശരിയാണ്, ഒരു 10% കുട്ടികളൊക്കെ അത്തരം പരിപാടിയിലൂടെയൊക്കെ വിജയിച്ച് പോകുന്നുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷം കുട്ടികൾക്ക് ഇത്തരം സെൻറ്ററുകളിലൊക്കെ വലിയ നഷ്ടമാണ് സംഭവിക്കുന്നത്. അവരുടെ മാനസിക വൈകാരികമായ കാര്യങ്ങളൊന്നും ആരും മനസ്സിലാക്കുന്നില്ല, കളികളില്ല, ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഇല്ല. അപ്പോൾ കുട്ടികൾ പലപ്പോഴും ഒരു മുരടിച്ച് പോകാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. കുറച്ചുകൂടെ നമ്മുടെ കുട്ടിക്കത് ചേരുന്നതാണോ അല്ലയോ, ഇതാണ് ഓരോ പേരൻറ്റും ചിന്തിക്കേണ്ടത്. ഇവിടെ ഒത്തിരി പ്രോഡക്റ്റുകൾ നമുക്ക് വിൽക്കാനായിട്ട് കാണും. പലതരം സ്കൂളുകൾ ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിലേത് സ്കൂളിലാണ് എൻ്റെ കുട്ടിയെ വിടേണ്ടത്? ഇപ്പോൾ എനിക്കറിയാവുന്നൊരു കുട്ടിയെ വലിയൊരു ഇൻ്റർനാഷണൽ സ്കൂളിലാണ് വിട്ടേക്കുന്നത്. ആ കുട്ടിക്ക് ഒരു കാര്യം അവിടെ ചെയ്യാനില്ല, കാരണം ഹൈലി സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു സ്കൂളാണ്. ഈ കുട്ടി ഇങ്ങനെ പോകുന്നു, തിരിച്ചു വരുന്നു, എല്ലാം ഇങ്ങനെ വായിൽ കോരിക്കൊടുത്ത് വളർത്തുന്ന ഒരു സ്കൂൾ സിസ്റ്റമാണ്. അപ്പം പണമുണ്ട്, പൈസയുണ്ട്, വലിയ ലേബലുള്ള വലിയ ബ്രാൻഡുള്ള സ്കൂളിൽ വിടുന്നു. പക്ഷേ അവനവൻ്റെ കുട്ടിക്കിത് ചേർന്നതാണോ? ആ കുട്ടിയെ സംബന്ധിച്ച് അത് അവനൊട്ടും ചേരുന്ന കാര്യമല്ല. കാരണം അവൻ ഓൾറെഡി അനങ്ങാത്തൊരു കുട്ടിയാണ്, ആരോടും മിണ്ടുന്നില്ല, അനങ്ങുന്നില്ല. അങ്ങനെയൊരു കുട്ടിയെ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വിടുന്നു. യാതൊരു തരത്തിൽ ആ കുട്ടിക്ക് ഒരു ഡെവലപ്മെൻറ്റും ഉണ്ടാകുന്നില്ല. 4 കൊല്ലമായിട്ട് യാതൊരു ഡെവലപ്മെൻറ്റും അവർക്ക് ഉണ്ടാകുന്നില്ലെന്ന് അവർക്ക് തിരിച്ചും അറിയാം. എന്നിട്ടും അവരത് കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിയുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ടൈമാണ് അങ്ങനെയുള്ളൊരു
ഒരു മൊണോട്ടണസ് ആയിട്ടുള്ളൊരു വിദ്യാഭ്യാസത്തിൽ ആ കുട്ടിക്ക് നഷ്ടപ്പെടുന്നത്. വലിയ ബ്രാൻഡായിരിക്കാം, അതിലൊന്നും കാര്യമൊന്നുമില്ല. ചിലപ്പോൾ ചെറിയ സ്കൂളുകൾ ചിലതൊക്കെ വലിയ കോൺട്രിബ്യൂഷൻസ് കുട്ടികളിലേക്ക് കൊടുത്തു എന്നിരിക്കും. അൾട്ടിമേറ്റ്ലി ടീച്ചേഴ്സിൻ്റെ ക്വാളിറ്റിയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ആ ടീച്ചേഴ്സിൻ്റെ ക്വാളിറ്റി എല്ലായിടത്തും നമുക്ക് ഉറപ്പുവരുത്താനൊന്നും പറ്റില്ല. അപ്പം പിന്നെ ആക്ടിവിറ്റീസ്, അവിടെ എന്തെല്ലാം ആക്ടിവിറ്റീസ് ഉണ്ട്, എന്തെല്ലാം അവസരങ്ങളുണ്ട്, എക്സ്പോഷറുണ്ട്, അവർക്ക് എന്തും വേണ്ടി റിസ്ക് എടുക്കാനൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എന്തും വേണ്ടി കൾച്ചറൽ, സ്പോർട്സ്, ആർട്സ് ഇങ്ങനെയൊക്കെയുള്ള ഇൻ്റഗ്രേഷൻ ഉണ്ട്. ഇതൊക്കെയാണ് ഒരു കുട്ടിയെ സംബന്ധിച്ച്, അത് ഓരോ കുട്ടിക്കും ഡിഫറെൻ്റ് ആണ്. ഇതൊക്കെ പേരൻസ് പലപ്പോഴും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ എല്ലാവർക്കും ഡോക്ടറാകാൻ പറ്റില്ല. ഞാൻ കാണുന്ന ഇപ്പോഴത്തെ ഒരുപാട് പേരൻസിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഇങ്ങനെ ചെറിയ പ്രായം മുതലേ ഒരു തീപ്പെട്ടിക്കൂടിനകത്തെ ഒരു പിന്നെ വ്യാപ്തി മാത്രം കാണിച്ചു കൊടുത്ത് എന്ന് പറഞ്ഞാൽ വളരെ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അത് വളർന്നു വന്ന് ഒരു ഡോക്ടറാവണമെന്ന് പറയണം. അപ്പോൾ പറയുന്നത് എന്നാന്ന് വെച്ചാൽ കുട്ടി പറഞ്ഞിട്ടാണെന്നുള്ളതാണ്. കുട്ടിയോട് സംസാരിക്കുമ്പോൾ കുട്ടിക്ക് ഡോക്ടറല്ല വേറൊന്നിനെ കുറിച്ച് അറിയില്ല. ഇപ്പോൾ ഇന്ന് വിളിച്ചൊരു പേരൻറ്റ് പറഞ്ഞാണ് അവൻ വേറൊന്നിനും പോവില്ല, 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു, വേറൊന്നിനും പോവില്ല. പലപ്പോഴും ഈ വേറൊന്നിനും പോകാത്തത് എന്താണെന്ന് ചോദിച്ചാൽ അവൻ ചെറിയ പ്രായത്തിൽ വളരുന്ന കാലഘട്ടത്തിൽ തന്നെ ഡോക്ടർ അല്ലാത്തതെല്ലാം വളരെ ഇൻഫീരിയർ ആണെന്നും ഡോക്ടർ അല്ലാത്തതൊന്നും പഠിച്ചിട്ട് യാതൊരു കാര്യമില്ലെന്നും ഡോക്ടർ ആയില്ലെങ്കിൽ ലോകം അവസാനിക്കുമെന്നും ഒക്കെയുള്ളൊരു ധാരണ നമ്മൾ ചുറ്റുപാടുമുള്ളവരൊക്കെ ആ കുട്ടിക്ക് നൽകിയിട്ടുണ്ടായിരിക്കും. അല്ലെ അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാട് മാത്രമേ കുട്ടിക്ക് കൊടുത്തിട്ടുള്ളൂ. ഇവിടെയാണ് നല്ല കരിയർ ഗൈഡൻസിൻ്റെ ഒക്കെ വളരെ വലിയ ആവശ്യം എന്ന് പറയുന്നത്. നമ്മൾ ഈ വിദ്യാഭ്യാസ തട്ടിപ്പുകളിലെല്ലാം കുട്ടികൾ പോയി വീഴുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നല്ല കരിയർ ഗൈഡൻസ് ഇല്ല. കഴിഞ്ഞ ദിവസം ഒരു കോളേജിലെ അധ്യാപിക എന്നോട് പറയുകയാണ്, അവിടെ സയൻസ് പഠിക്കാൻ കുട്ടികളില്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇനി അങ്ങോട്ട് ഏറ്റവും കൂടുതൽ സയൻസിനൊക്കെ സാധ്യതകൾ വരുന്നൊരു കാലഘട്ടമാണ്. ഇപ്പോൾ ഫിസിക്കൽ AI ഒക്കെ വരുമ്പോൾ സയൻസും AIയും കൂടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് പല കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടി, പല റിസർച്ചുകൾക്ക് വേണ്ടിയൊക്കെ. മിടുക്കരായ കുട്ടികളൊക്കെ ബേസിക് സയൻസിലൊക്കെ പോയാൽ അവർക്ക് നല്ല അവസരങ്ങളുണ്ട്. ധാരാളം റിസർച്ച് സ്ഥാപനങ്ങളൊക്കെ വളർന്നു വരികയാണ്. സയൻസും ടെക്നോളജിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ തക്കവണ്ണം നമ്മുടെ രാജ്യങ്ങളൊക്കെ പ്രാപ്തമാകുന്ന സമയത്ത് നമ്മൾ സയൻസിൽ നിന്ന് മാറുകയാണ്. അതല്ല, കെമിസ്ട്രി പഠിച്ച ആൾക്കാരെയും ഫിസിക്സ് പഠിച്ച ആൾക്കാരെയും ബയോളജി പഠിച്ച ആൾക്കാരെയും ഒക്കെ ധാരാളമായിട്ട് സമൂഹത്തിന് ആവശ്യമുണ്ട്. അവിടെയൊന്നും പോകാൻ ആളില്ല. എന്നിട്ട് വളരെ നിലവാരം കുറഞ്ഞ ഹൈലി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ചില ഗ്രാജുവേറ്റ് പ്രോഗ്രാമിലൊക്കെ പോയിട്ട് അത് രക്ഷപ്പെട്ടില്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവിതം പോയി. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ഇപ്പോൾ കെമിസ്ട്രിക്ക് വളരെ മിടുക്കിയായിട്ടൊരു കുട്ടി ഇമേജിങ് സയൻസ് എന്ന് പറഞ്ഞ ഒരു കോഴ്സ് എടുത്തപ്പോഴേ ഒരു തല്ലിപ്പൊളി കോളേജിൽ പോയി. 2ാം കൊല്ലമായപ്പോൾ ആ കുട്ടി അത് ഇട്ടിട്ട് വന്നിട്ട് ഇപ്പോൾ കെമിസ്ട്രിക്ക് ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ കെമിസ്ട്രി പഠിച്ചു തുടങ്ങിയപ്പോൾ പറയുന്നത്, അയ്യോ സത്യം പറഞ്ഞാൽ കെമിസ്ട്രി പഠിക്കാൻ പോയത് നന്നായി, അവിടുത്തെ എൻ്റെ പ്രൊഫസർ എനിക്കതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു തന്നപ്പോഴാണ് ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലായത്. അപ്പോൾ ഈ നമ്മുടെ ചുറ്റുപാടുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പോലും 3-4 വർഷം പഠിക്കുന്ന ഒരു നഷ്ടമല്ല സത്യത്തിൽ. അതിലൂടെയൊക്കെ മെഡിക്കൽ സയൻസിനേക്കാളും വലിയ സാധ്യതകളിലേക്ക് കുട്ടികൾക്ക് പോകാൻ കഴിയും. മിടുക്കരാണെങ്കിലല്ലേ മെഡിസിൻ പഠിക്കാൻ പറ്റും. അതേ മിടുക്കർക്ക് ഏത് രംഗത്ത് ചെന്നാലും അവർക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. ഓരോ കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡും ഓരോ കുട്ടിയുടെയും താല്പര്യവും ഓരോ കുട്ടിയുടെയും കഴിവുകൾ നൈപുണ്യങ്ങൾക്കൊക്കെ അനുസരിച്ച് ഏത് മേഖലയിലോട്ട് പോകണമെന്ന് മനസ്സിലാക്കിയിട്ട് വിടുക. ഇതങ്ങനെയല്ല, എല്ലാ കുട്ടികളെയും ഡോക്ടറാക്കി അടങ്ങുമോ എന്നുള്ളൊരു വാശി. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? രോഗികളുടെ എണ്ണം കൂടുകയാണ്. ഡോക്ടറാകാൻ പഠിച്ച് രോഗികളാകുന്നവരുടെ എണ്ണം കൂടുകയാണ്. ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പേരൻ്റ് വിളിച്ചിട്ട് പറഞ്ഞു, 2nd ഇയർ എഞ്ചിനീയറിങ്ങിന് പഠിക്കുകയാണ്, കോളേജിൽ പോകാൻ താല്പര്യമില്ലാത്തത് എന്താണെന്ന് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഫസ്റ്റ് ഇയറൊക്കെ ജയിച്ചു എന്ന് പറഞ്ഞു. ഫസ്റ്റ് ഇയർ ഒന്നും ജയിച്ചിട്ടില്ല. ഇതുവരെ 1-2 പേപ്പറാണ് ആ കൂടെ ജയിച്ചിട്ടുള്ളത്, മുഴുവൻ സപ്ലിയാണ്. കുട്ടിക്ക് കോളേജിൽ പോകാൻ താല്പര്യമില്ല. അപ്പോൾ പേരൻറ്റ് വിളിച്ചിട്ട് ചോദിക്കുന്നത്, സാറേ ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്താൽ അവൻ കോളേജിൽ പോകും. ബേസിക് പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കുട്ടി ഒരു കോളേജിലേക്ക് ചെന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ഫിസിക്സും മാത്സും ഒക്കെ നന്നായിട്ട് അറിയാമെങ്കിൽ മാത്രമേ ആ കോഴ്സൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആരോ പറഞ്ഞു ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഫ്യൂച്ചറാണ്. നല്ല കാര്യമാണ്, അത് സംശയമൊന്നുമില്ല. പക്ഷെ അത് എനിക്ക് ഫ്യൂച്ചർ ഉള്ളതാവണമെങ്കിൽ എനിക്ക് ഫിസിക്സും മാത്സും നല്ല കഴിവാണ്. ഫിസിക്സിലും മാത്സിലും നല്ല കഴിവില്ലാത്തൊരു കുട്ടി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ സാധ്യതയുണ്ടെന്നും പറഞ്ഞ്, അപ്പോൾ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് അത് വളരെ കോമ്പീറ്റൻ്റായിട്ട് പഠിച്ച് അതിൽ മികവ് പുലർത്താൻ കഴിയുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ പഠിക്കാൻ പോകുന്ന കോളേജ് ഒരു നിലവാരവും ഇല്ലാത്തൊരു കോളേജിലാണ് കുട്ടിയെ കൊണ്ട് ചേർത്തേക്കുന്നത്. കാരണം അവന് മാർക്കില്ല. അപ്പോൾ പിന്നെ നിലവാരമില്ലാത്ത കോളേജുകളെ കിട്ടുകയുള്ളൂ. ചില കുട്ടികളെയൊക്കെ NRI കോട്ടയം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കൊണ്ടുപോയി പല കോളേജിലും ചേർക്കും. മാർക്കില്ലാത്തതുകൊണ്ടാണ്. മാർക്കില്ലാത്ത കുട്ടികളെ ദയവ് ചെയ്ത് അങ്ങോട്ട് വിടാതിരിക്കുക. പല കുട്ടികളുടെയും പ്രശ്നം എന്താ,
അപ്പനും അമ്മയ്ക്കും എൻജിനീയറിങ് അല്ലാതെ വേറൊന്നും അവർക്ക് പറ്റില്ല. ഒന്നീ ഡോക്ടറാണോ അല്ലെ എൻജിനീയർ ആവണം. ഇതൊക്കെ ഒരു രോഗാവസ്ഥയാണ്. ഇന്നത്തെ കാലത്ത് ഇതിനൊന്നും യാതൊരു സിഗ്നിഫിക്കൻസ് ഇല്ല. ഒരു കല്യാണം കഴിക്കാൻ പോലും പോകുമ്പോൾ അവർ നോക്കുന്നത് മനുഷ്യന് മെൻ്റൽ ഹെൽത്ത് ഉണ്ടോ, എന്തെങ്കിലും ജോലി അറിയാമോ, പണി ചെയ്ത് ജീവിക്കാൻ അറിയാമോ, മനോഭാവം ഉണ്ടോ, ഇതൊക്കെയാണ് ഇന്ന്. ഹെൽത്ത് ഉണ്ടോ. പലപ്പോഴും ഈ തരത്തിലൊക്കെ നമ്മൾ ആക്കിയെടുക്കുന്ന കുട്ടികളൊക്കെ അവസാനം രോഗികളായിട്ട് അവസാനിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. പിന്നെ റിപ്പീറ്റഡായിട്ട് ഫെയിലിയർ ഉണ്ടാകും. നമ്മൾ ഏതെങ്കിലും ഒരു ഫീൽഡിന് വേണ്ടി ശ്രമിക്കുന്നു, ആ ഫീൽഡിൽ നമുക്ക് കിട്ടുന്നില്ല. റിപ്പീറ്റഡായിട്ട് ഫെയിലിയർ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫെയിലിയർ വരുമ്പോൾ അതിൽ നിന്ന് നമുക്ക് അത് അനലൈസ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ഓൾവേസ് യു ഹാവ് ടു ടേക്ക് എ കരിയർ ഗൈഡൻസ്. എനിക്ക് പറയാനുള്ള എല്ലാ കുട്ടികളും പേരൻസും ഒരു നല്ല ഗൈഡൻസ് എടുക്കുന്ന എപ്പോഴും നന്നായിരിക്കും. കാരണം നമ്മൾ പലപ്പോഴും ഓരോ കാര്യങ്ങളെ കാണുന്ന വൈകാരികമായിട്ടാണ്. ഞാൻ പലപ്പോഴും പേരൻസിനോട് പറയാറുണ്ട്, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ കാണുന്നത് വൈകാരികമായിട്ടാണ്. നേരെ മറിച്ച് ഈ കുട്ടി അടുത്ത വീട്ടിലെ കുട്ടിയാണെന്ന് വിചാരിക്കുക, നിങ്ങൾ വളരെ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങളെ കാണുക. ഒരുപക്ഷെ നിങ്ങൾ ഭയങ്കര ഗൈഡൻസ് ഒക്കെ കൊടുത്തളായി. അപ്പോൾ അവിടെയാണ് നമ്മളുടെ പോയിന്റ്. ഒരു അടുത്ത വീട്ടിലെ ഒരു കുട്ടിയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ കാര്യത്തെ കൈകാര്യം ചെയ്യുന്നത്? നമുക്കറിയാൻ വയ്യാത്ത കാര്യങ്ങളാണെങ്കിൽ അറിവുള്ള ഒരാളുടെ ഗൈഡൻസ് എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം ഒരു നല്ല കരിയർ എക്സ്പേർട്ടിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു 6 ഡയമെൻഷണൽ വ്യൂ ഉണ്ട്. അവർ കുട്ടിയുടെ ഒരു ബേസിക് കാലിബർ നോക്കും, കുട്ടിയുടെ ഒരു സാധ്യത നോക്കും. അതുപോലെ തന്നെ അവനെ ആ ഏത് മേഖലയിലായിട്ട് കൃത്യമായി കണക്ട് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, അത് കഴിഞ്ഞ് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ കുട്ടി ഒരു കോഴ്സ് പഠിക്കുന്ന കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളിലേക്ക് ആ കുട്ടിക്ക് പോകാനുള്ള പോസിബിലിറ്റീസും ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. അപ്പോൾ ഒരു ലോങ് ടേം ആയിട്ട് തന്നെ നമുക്ക് വലിയ ബെനിഫിറ്റ് ഉണ്ടാകുന്ന കാര്യമാണ് ഒരു കരിയർ ഗൈഡൻസ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഒന്നാമത് അങ്ങനെയുള്ള ആൾക്കാർ വളരെ കുറവാണ്, അത് ഒരു വാസ്തവമാണ്. പക്ഷേ ഒരു കരിയർ ഗൈഡൻസ് കിട്ടുന്ന കുട്ടികൾക്കൊക്കെ കുറേ കൂടി വസ്തുനിഷ്ഠമായിട്ട് അവരുടെ ഗോൾസ് സെറ്റ് ചെയ്യാനും അവരുടെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാനും പറ്റും. അപ്പോൾ ഒരുപാട് പണനഷ്ടവും സമയനഷ്ടവും മാനനഷ്ടവും ഒക്കെ നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ ഇതാണ് നല്ല ഗൈഡൻസിൻ്റെയൊക്കെ ഒരു ഗുണമെന്ന് പറയുന്നത്. വേറൊരു പേരൻ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, നിരന്തരമായിട്ട് ഞങ്ങളെ അങ്ങ് കുറ്റപ്പെടുത്തുകയാണ്, ഞങ്ങളാണിപ്പോൾ എൻ്റെ ശത്രു, ഞങ്ങളെ എല്ലാത്തിനും അങ്ങ് കുറ്റപ്പെടുത്തുകയാണ്. നിരന്തരമായിട്ട് നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആരാണ്? ഞാൻ ഈ വീഡിയോയിലൂടെ പലപ്പോഴും ഈ പേരൻസിൻ്റെ ഓരോ കമൻസിനാണ് ഉത്തരം പറയുന്നത്. അതെല്ലാ പേരൻസിനും ഗുണം ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ്. കാരണം പലരും ഇതൊന്നും വിളിച്ച് ചോദിക്കാനോ ഒന്നും പോലും ധൈര്യമോ ഒന്നും ഉള്ളവരല്ല. ഭയങ്കര ഈഗോ സെൻട്രിക് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഇന്നൊരു അമ്മ പറഞ്ഞത്, ഹസ്ബൻഡിനോട് ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് പറയുകയാണ് അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് പോവാം, അങ്ങനെ ആരെയോടെങ്കിലും ചോദിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഹസ്ബൻഡിന് അതിലൊന്നും താല്പര്യമില്ല. പുള്ളി പറയുന്നത് അതൊക്കെ തന്നെ ശരിയായിക്കോളൂ. അങ്ങനെ ആയി. ഇപ്പോൾ 1 കൊല്ലം കൂടെ ഞങ്ങൾ താഴോട്ട് പോയി, കുറേ കൂടി വൾണറബിളായി സിറ്റുവേഷൻ. ഇതാണ് പലയിടത്തും നടക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം വീഡിയോയിലൂടെയൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിരന്തരമായിട്ട് ബ്ലെയിം ചെയ്യുന്ന കുട്ടികളാരാണ്? പൊതുവേ മെൻ്റൽ ഇമോഷണൽ ഹെൽത്ത് കുറഞ്ഞ കുട്ടികളാണ് ഈ ബ്ലെയിം ചെയ്യുന്നത്. പലപ്പോഴും ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരു സാഹചര്യം വരുമ്പോൾ, ഒരു തോൽവിയോ പരാജയമോ താഴ്ചയോ വീഴ്ചയോ ഒക്കെ സംഭവിക്കുമ്പോൾ, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അതിൽ നിന്ന് എന്ത് ലേൺ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് അതിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് സ്വയം ശ്രമിക്കും. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി സ്വയം ഏറ്റെടുക്കും. അതാണ് നോർമലായിട്ട് വളർന്നു വരുന്ന കുട്ടികൾ. ഈ അവസ്ഥയിലേക്ക് കുട്ടികളെ എത്തിക്കണമെങ്കിൽ നമ്മൾ അവരുടെ ബാല്യത്തിലും ഏർലി കൗമാരത്തിലും ഒക്കെ നമ്മൾ നല്ല രീതിയിൽ പാരൻറ്റിങ് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ സമയത്തെല്ലാം നമ്മൾ മൈക്രോ മാനേജ് ചെയ്ത് കുട്ടിയെ കൊണ്ട് യാതൊരു കോൺസിക്വൻസസും നേരിടിയിക്കാതെ, കുട്ടികളുടെ ഒരു നൈപുണ്യങ്ങളും വളർത്താതെ, കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ അവരെ ഇങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത് വളർത്തി കൊണ്ടുവരുമ്പോൾ, അവർക്ക് നൈപുണ്യങ്ങളില്ലാതെ വരുമ്പോൾ, അവർക്ക് കഴിവുകളോ മനോഭാവമോ ധൈര്യമോ ഒന്നും ഇല്ലാതെ വരുമ്പോൾ, സ്വാഭാവികമായിട്ടും പിന്നെ അവർക്ക് ചെയ്യാവുന്ന അവർക്ക് ചുറ്റുമുള്ള ആൾക്കാരെ പറ്റി കംപ്ലൈൻറ്റ് പറയുക, എല്ലാവരെയും ബ്ലെയിം ചെയ്യുക, ഇതേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വലിയ ബഹളം ഉണ്ടാക്കുക, അല്ലെങ്കിൽ വയലൻസ് കാണിക്കുക. അപ്പോൾ അത് ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് നടക്കാത്തതിൻ്റെ പ്രതിഫലനമാണ്. സ്വാഭാവികമല്ലേ? കുട്ടികൾക്ക് അതിനുള്ള കഴിവ് ആ പ്രായത്തിൽ ഉണ്ടാവണം. അപ്പോൾ ഓരോ പ്രായത്തിലും കുട്ടികൾക്ക് ഉണ്ടാവേണ്ട കഴിവുകൾ ഉണ്ടാവുന്നില്ലെങ്കിൽ ഇപ്പോൾ പിന്നെ അങ്ങനെ സ്ഥിരമായിട്ട് ബ്ലെയിം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ആ കുട്ടിയുടെ മെൻ്റൽ ഹെൽത്ത് ഇമോഷണൽ ഹെൽത്തും ഒക്കെ വളരെ കുറവാണ്. വേറൊരു പേരൻറ്റ് വിളിച്ച് പറഞ്ഞത്, കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഫുൾ മുറിക്കകത്ത് കയറി അങ്ങ് അടച്ചിരിക്കുകയാണ്, ഫുൾ ടൈം കളിയാണ്, ഈ സെൽഫോണിൽ ഗെയിം കളിക്കുകയാണ്. എന്താ പ്രശ്നം? കൂട്ടുകാരുണ്ടോ? കൂട്ടുകാരില്ല. എന്തുകൊണ്ടാണ് കൂട്ടുകാരില്ലാത്തത്? 18 വയസ്സിലൊന്നും മേളിൽ നിന്ന് കൂട്ടുകാർ പൊട്ടി വീഴില്ല. കൂട്ടുകാരെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു കഴിവാണ്. സമൂഹവുമായിട്ട് ഇടപെടുന്നത്, ഇൻ്റർപേഴ്സണൽ സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ടീം വർക്കിംഗ് സ്കില്ല്, ഹ്യൂമൻ സ്കില്ലെന്നൊക്കെ പറയുന്നത് പതുക്കെ ഒരു കുട്ടിയിൽ ഡെവലപ്പ് ചെയ്ത് വരേണ്ട ഒരു ക്വാളിറ്റിയാണ്.
ഇത് സത്യം പറഞ്ഞാൽ ഒരു 10 ചെറിയ ബാല്യം മുതൽ തന്നെ പതുക്കെ സമൂഹത്തിലേക്കൊക്കെ കുട്ടികളെ ഇറക്കി വിട്ട് പതുക്കെ അത് എർലി കൗമാരത്തിലേക്കൊക്കെ വരുമ്പോൾ കുട്ടികൾ ലോകമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ ഒരു പേരൻ്റൽ കെയറിൽ നിന്ന് ഒരു പിയർ ഗ്രൂപ്പിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യണം. നല്ലൊരു സ്മൂത്ത് ട്രാൻസിഷൻ നടക്കണം. ആ സമയത്ത് നമ്മൾ അതൊക്കെ ധാരാളമായിട്ട് എൻകറേജ് ചെയ്യണം. നല്ല കൂട്ടുകാരാണോ മോശം കൂട്ടുകാരാണെന്നൊക്കെ ചോദിച്ച് കുട്ടികളെ കൺഫ്യൂഷനിലാക്കാതെ അവർക്ക് കൂട്ടുകൂടാനും ഇടപെടാനും ഒക്കെയുള്ള അവസരങ്ങൾ കൊടുക്കണം. അതിൽ നിന്ന് നല്ലതും ചീത്തയൊക്കെ അവർ കണ്ടും കേട്ടും ഒക്കെ വളരട്ടെ. അങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ മുഴുവൻ കഞ്ചാവാണ്, അതുകൊണ്ട് അല്ലെങ്കിൽ MDMA ആണ്, അതുകൊണ്ട് പിള്ളേരെല്ലാം മുറിക്കകത്ത് പൂട്ടിയിടാമെന്ന് വെച്ചാൽ നിങ്ങളുടെ കുട്ടികൾ അവസാനം ഒന്നിനും കൊള്ളാത്തവരായി മാറും. ഈ ലോകത്ത് തന്നെയാണ് അവർ വളർന്നു വരേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ ആദ്യമൊക്കെ ഗൈഡഡായിട്ട് അവരെ ഇറക്കി വിടുകയും പിന്നെ കുറച്ചുകൂടെ ധൈര്യമായിട്ട് വിടുകയും പിന്നെ അവരെ വിശ്വസിച്ച് തുടങ്ങി. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് പേടിയുണ്ടെങ്കിൽ നമ്മുടെ പേടി നമ്മളാണ് മാറ്റും. ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരു പേരൻ്റ് ഒരു പെൺകുട്ടിയുമായിട്ടൊരു ബോയ്ക്ക് ഒരു പ്രണയം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് അതെന്തോ വലിയ കുഴപ്പമായിട്ട് ചെന്ന് അതെല്ലാം പിന്നെ വലിയ വഴക്കുണ്ടാക്കി അത് ഇല്ലാതാക്കിച്ചു. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്ന, കുട്ടി അതോടുകൂടി മനസ്സിലാക്കുന്ന ഇതെന്തോ വലിയ തെറ്റാണ് ഞാൻ ചെയ്തത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് പറ്റില്ല, അല്ലേ ഞാൻ അങ്ങനെയൊന്നും ചെയ്തുകൂടാ എന്നൊക്കെ ആ കുട്ടിക്കൊരു വളരെ മോശമായ ഒരു വാല്യൂ ആണ് ആ കുട്ടിക്ക് ലഭിക്കുന്നത്. അത് പിന്നീട് അവൻ്റെ ഇൻ്റർപേഴ്സണൽ സ്കില്ലിനെ, അവൻ്റെ ഡെവലപ്മെൻറ്റിനെ, അവൻ്റെ പിന്നെ സമൂഹവുമായിട്ടുള്ള ഇടപെടാനുള്ള കഴിവിനെ എല്ലാം പ്രതികൂലമായി ബാധിക്കും. ഇപ്പം നമ്മൾ കുട്ടികളുടെ ആ ഒരു ടീനേജിലൊക്കെ നമ്മൾ കുറച്ച് റിസ്ക് എടുത്തേ പറ്റുള്ളൂ. പല വീടുകളിലും പുരുഷന്മാരില്ലാത്തത് കൊണ്ട് സ്ത്രീകൾ ഒത്തിരി മൈക്രോ മാനേജ് ചെയ്യുന്നുണ്ട്. പുരുഷന്മാരുള്ള വീടുകളിൽ പോലും പുരുഷന്മാർ ആരോഗ്യപരമായി കുട്ടികളുമായിട്ട് ഇടപെടുന്നില്ല. ഞാൻ കഴിഞ്ഞ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഒരു ടീനേജിലൊക്കെ അപ്പന്മാർ മക്കളുമായിട്ട് കൂടുതൽ ഇടപെടുന്ന വീടുകളിൽ കുട്ടികൾ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും, കുറേ കൂടി അവർ ഡെവലപ്മെൻറ്റ് ബെറ്റർ ആയിരിക്കും, അവരുടെ ഒരു സോഷ്യൽ റിഫ്ലക്ഷൻ കുറേ കൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പന്മാരതിന് ട്രെയിൻഡ് അല്ല. അപ്പന്മാരതിനൊന്നും അവർക്ക് അറിയില്ലെങ്കിൽ അതെങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കാൻ എല്ലാവരും അല്ല, ചിലരൊക്കെ അതിനുവേണ്ടി പഠിക്കാൻ തയ്യാറായിട്ടുള്ളവരുണ്ട്. ഇപ്പോൾ ഇന്ന് തന്നെ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു മനുഷ്യൻ എന്നെ വിളിച്ചു, സാർ ഇന്ന് ഞാൻ പുതിയൊരു ജീവിതം ആരംഭിക്കുകയാണ്. ഞാൻ ചോദിച്ചാൽ ഇന്നാണ് ഞാൻ ശരിക്കും ഒരു അച്ഛനായത്. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇതുവരെ അത് എൻ്റെ റോള്, എനിക്ക് അവിടെ ഒന്നും ഒരു റോളില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഞാൻ പലപ്പോഴും ഓഫീസൊക്കെ കഴിഞ്ഞ് എൻ്റേതായ കുറേ ലോകത്തൊക്കെ നടന്നു വളരെ ലേറ്റായിട്ടാണ് വീട്ടിൽ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു വീഡിയോ എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. ഈ ടീനേജ് കാലത്ത് കുട്ടികൾക്ക് ഒരു അച്ഛൻ കൊടുക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. തീർച്ചയായിട്ടും ആ ഒരു തിരിച്ചറിവ് പലർക്കും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനമായ കാര്യം. നമ്മുടെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ അവരെ ഹെൽത്തി ഹാപ്പി ആക്കി വളർത്തിക്കൊണ്ടുവരിക. ഈ 2 കണ്ടീഷൻസാണ് പ്രധാനം. ഡോക്ടറാക്കിയോ എഞ്ചിനീയറാക്കിയോ അത് രണ്ടാമത്തെ കാര്യമാണ്. ഹെൽത്തി ആയിരിക്കണം, ഹാപ്പി ആയിരിക്കണം. ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ. പല കുട്ടികളിലും ആ ഫിസിക്കൽ ഹെൽത്ത് പോലും ഇല്ല. പല കുട്ടികൾക്കും ഫിസിക്കൽ ഹെൽത്ത് പോലും ഇല്ല. ഇപ്പോൾ അവരുടെ ആഗ്രഹങ്ങളൊക്കെ വലുതാണ്. എനിക്ക് പൈലറ്റാണ്, എനിക്ക് ഡിഫൻസ് ഓഫീസർ ആകണം, എനിക്ക് വലിയ ടോപ്പായിട്ടുള്ള പ്രൊഫഷനിലൊക്കെ വരണം, എനിക്ക് IIM-ൽ പോകണം, ഇങ്ങനെയൊക്കെയാണ് വലിയ വലിയ ലക്ഷ്യങ്ങളാണ്. പക്ഷേ അതിനനുസരിച്ചുള്ളൊരു ഫിസിക്കൽ ഹെൽത്തോ മെൻ്റൽ ഹെൽത്തോ ഇമോഷണൽ ഹെൽത്തോ സോഷ്യൽ ഇൻ്റലിജൻസോ ഒന്നുമില്ലാതെ എങ്ങനെയാണ് നമ്മളതൊക്കെ നേടിയെടുക്കാൻ പോകുന്നത്? ഇപ്പോൾ സിവിൽ സർവീസൊക്കെ വേണമെന്ന് പറയുന്ന പല കുട്ടികളും ലോകത്ത് നടക്കുന്നത് എന്താണെന്ന് പോലും വായിക്കുകയോ പഠിക്കുകയോ മനസ്സിലാക്കുക പോലും ചെയ്യുന്നില്ല. സിവിൽ സർവീസിനെ പറ്റിയൊക്കെയാണ് അവർ സംസാരിക്കുക. അപ്പോൾ നമ്മൾ ഏത് ലക്ഷ്യം ഏറ്റെടുക്കണമെങ്കിലും ആ ലക്ഷ്യത്തിനനുസരിച്ചുള്ള ഒരു ഫൗണ്ടേഷൻ നമുക്കുണ്ടാവണം. ഫൗണ്ടേഷൻ സ്ട്രോങ് ആണെങ്കിൽ അതിൻ്റെ മേളോട്ട് എലിവേഷൻ എന്ത് വേണമെങ്കിലും നമുക്ക് ബിൽഡ് ചെയ്ത് കയറ്റാം. അപ്പോൾ ഫൗണ്ടേഷനാണ് പ്രധാനം. ആ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് പേരൻസും കുട്ടികളും എല്ലാം അവെയർ ആകേണ്ട ഒരു കാര്യമാണ്. ചുമ്മാ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിക്കളയാമെന്നൊക്കെ വിചാരിച്ചാൽ അത് പേരൻസും ഒരു ഡിസ്റ്റോർട്ടഡ് ആയിട്ടാണ് ചിന്തിക്കുന്നത്, കുട്ടികളും അത് അങ്ങനെ തന്നെയാണ്. നമ്മൾ ശരിയായിട്ട് ഹെൽത്തിയും ഹാപ്പിയും, ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു കുട്ടി അവൻ്റെ ബെസ്റ്റ് ഫോമിലേക്ക് വരിക, അല്ല അവന് പറ്റാത്തതിലേക്കൊക്കെ അവനെ ആക്കുക, അല്ലെ ഞെക്കിപ്പിഴിഞ്ഞ് എന്തെങ്കിലും ആക്കുക, കഷ്ടപ്പെടുത്തി എന്തെങ്കിലും ആക്കുക. അപ്പോൾ ഹാപ്പിനെസ് നഷ്ടപ്പെടും. അപ്പം ഒരു കുട്ടിക്ക് ആവാവുന്നതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫോമിലേക്ക് അവനെ ആക്കുമ്പോൾ അവൻ ആ ജീവിതത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല പല കുട്ടികളും ആയിത്തീരുന്നത്. അവരെ കൊണ്ടൊക്കെ പറ്റാത്ത കാര്യങ്ങളിലേക്കൊക്കെ അവരെ കൊണ്ടെത്തിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഹാപ്പിനെസ്സൊക്കെ കുട്ടികൾക്ക് നഷ്ടപ്പെടും. പെൺകുട്ടികൾ ഒരുപാട് കുട്ടികൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ഡോക്ടർ എന്ന് പറയുന്നത് എന്തോ ഭയങ്കര സംഭവമാണ്. അതിൻ്റെയൊക്കെ റിയാലിറ്റി അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഒരു നല്ല ഡോക്ടേഴ്സിൻ്റെയൊക്കെ ധാരാളം ടോക്കുകളുണ്ട്. അതൊക്കെ തന്നെ അവരൊന്ന് കേൾക്കട്ടെ.
അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു യങ് ഡോക്ടർ, അദ്ദേഹം ഒരു മെഡിസിനൊക്കെ പോകുന്ന കുട്ടികൾ എങ്ങനെയാണ് കാര്യങ്ങളെ എടുക്കേണ്ടത്, ചിന്തിക്കേണ്ടത്, പ്ലാൻ ചെയ്യേണ്ടത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ നിലവാരത്തിലേക്ക് നമുക്ക് ഉയരാൻ പറ്റുന്നെങ്കിൽ ആവുക, ഇല്ലെങ്കിൽ അത് ആവശ്യമില്ല. കാരണം ഒരു കഴിവില്ലാത്ത ഡോക്ടറായാലും ഇനി ഒരു സാധ്യതയില്ല. എന്ത് ഫീൽഡിലേക്ക് പോയാലും അതിൽ നിങ്ങൾക്കൊരു എക്സലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ലോകം നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഇല്ലെങ്കിൽ സ്വന്തം അച്ഛനും അമ്മയും പോലും നമ്മുടെ അടുത്ത് കൺസൾട്ടേഷൻ വരില്ല. ഇതാണ് വാസ്തവം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടോ, അത് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ പരിഹരിക്കാം. ചിലത് പരിഹരിക്കാൻ പറ്റുന്നതല്ല, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ഇപ്പോൾ മാത്തമാറ്റിക്സിൻ്റെ ഒരു കഴിവ് എല്ലാ കുട്ടികൾക്കും അത് പരിഹരിക്കാൻ പറ്റി. ട്യൂഷന് പോയാലും കോച്ചിങ്ങിന് പോയാലും മാത്സ് എന്ന് പറയുന്നത് അത് നമുക്കൊരു ബേസിക് ടാലൻ്റ് ഉണ്ടെങ്കിലേ അത് ആ രീതിയിൽ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിന് പരിമിതികളുണ്ട്. കുറേയൊക്കെ ഹാർഡ് വർക്ക് ചെയ്ത് കുറേ പ്രശ്നങ്ങളൊക്കെ മാത്സിൽ നമുക്ക് മികവ് കാണിക്കാമെങ്കിലും ഒരു എക്സലൻസിലേക്ക് മാത്സിൽ വരണമെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള ആ ജെനറ്റിക്സൊക്കെ നമുക്ക് കിട്ടണം. ആ രീതിയിൽ നമ്മുടെ ബ്രെയിൻ ആ രീതിയിലായിരിക്കണം. അങ്ങനെ വളരെ ഈസി ആയിട്ട് ആ രീതിയിലേക്ക് കൺവേർജ് ചെയ്യുന്ന ബ്രെയിനുണ്ട്, അത് ചെയ്യാത്ത ബ്രെയിനും ഉണ്ട്. അപ്പോൾ നമുക്ക് ചിലയിടത്തൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം നീളം, ഫോർ എക്സാമ്പിൾ, നമുക്ക് നീളമൊന്നും കൂട്ടാനൊന്നും ഒരു പരിധിയുണ്ട്, അതിനപ്പുറത്തേക്ക് പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ജെനറ്റിക്സ്, നമ്മൾ വേൾഡ് കപ്പിലൊക്കെ ഫുട്ബോൾ കാണുമ്പോൾ ഓരോ രാജ്യത്തിൻ്റെയൊക്കെ ശരീരത്തിൻ്റെ ജെനറ്റിക്സ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ജെനറ്റിക്സ് ഉള്ളവരാണ് ആ രാജ്യത്തു നിന്നൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇന്ത്യയിലെ കുട്ടികളെ ഫുട്ബോളൊക്കെ കളിപ്പിക്കണമെങ്കിൽ ആ ജെനറ്റിക് ഡിസഡ്വാൻറ്റേജ് നമുക്കുണ്ട്. പിന്നെ അത് സ്കില്ല് കൊണ്ടും പ്രാക്ടീസ് കൊണ്ടും ഒക്കെ ഓവർകം ചെയ്തിട്ട് വേണം നമുക്ക് വലിയ രാജ്യങ്ങളോടൊക്കെ നാളെ മത്സരിക്കാം. അതിനൊക്കെ വളരെ നേരത്തെ തന്നെ കുട്ടികളെ കണ്ടെത്തി, ഒരുപക്ഷെ 1000 പേരെ കണ്ടെത്തിയാൽ അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് നമുക്കൊരു 50 പേരെ ആക്കിയെടുക്കുമ്പോൾ ഈ പറയുന്ന ക്വാളിറ്റിയുള്ള കുറേ കുട്ടികളെ നമുക്ക് കിട്ടിയെന്നിരിക്കുക. അതിനൊക്കെ നമുക്ക് വലിയ പ്ലാനിങ്, ലോങ് ടേം പ്ലാനിങ്, ഒരു 20 വർഷം മുമ്പേ നമ്മളതിന് പ്ലാൻ ചെയ്യണം. 5 വയസ്സുള്ള കുട്ടികളെ എടുത്ത് അവരെ 25 വയസ്സിൽ എത്തിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അതിനുള്ള സാധ്യതകളൊക്കെ നമുക്ക് കിട്ടുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ പോരായ്മകൾ കണ്ടെത്തണം, പരിഹരിക്കാവുന്നത് പരിഹരിക്കാൻ പറ്റാത്തതുമായിട്ട് ഗുസ്തി പിടിച്ച് നമ്മുടെ ജീവിതം വെറുതെ കളയാനായിട്ടിരിക്കേണ്ട. അതുപോലെ വളരെ പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കുട്ടികളെ സംബന്ധിച്ച് കുട്ടികൾക്ക് ആരോഗ്യപരമായ ഒരു സാമൂഹിക വളർച്ചയും കൂടെ ഉറപ്പാക്കുക. അതിൽ വിദ്യാഭ്യാസത്തിനൊക്കെ വലിയൊരു റോളുണ്ട്. എല്ലാ കുട്ടികളെയും നമ്മൾ വളർത്തിക്കൊണ്ടുവരുമ്പോൾ വെറുതെ കുറച്ച് പഠിച്ച് കോച്ചിങ്ങും കൊടുത്ത് മാത്രം ഒരാളെ നമുക്ക് വലുതാക്കാനായിട്ട് പറ്റില്ല. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുട്ടികളെ സാമൂഹികപരമായിട്ട് കൂടെ വളർത്തിയെടുക്കുക. അവരിലെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, ക്രിട്ടിക്കൽ തിങ്കിങ് സ്കില്ല്, അനലറ്റിക്കൽ സ്കില്ല്. ഒരു പക്ഷേ നാളെ നമ്മൾ വിചാരിക്കുന്ന മേഖലയിലൊന്നും നമുക്ക് ജോലി കിട്ടാതെ പോയാൽ പോലും നമുക്ക് ഇത്തരത്തിലുള്ള പോർട്ടബിൾ സ്കിൽസ്, അല്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള സോഫ്റ്റ് സ്കിൽസും ഒക്കെ നമുക്കുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള ക്വാളിറ്റീസൊക്കെ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഏത് രംഗത്തും പോയി സർവൈവ് ചെയ്യാനായിട്ട്. ഇപ്പോൾ വിദേശ രാജ്യത്തൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രൊഫഷനിലിരിക്കുന്ന വലിയ സാധ്യത ഉണ്ടായിരുന്ന ആൾക്കാർക്കാണ് പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുന്നത്. അതിൽ സർവൈവൽ സ്കില്ലുള്ളവർ, അല്ലെങ്കിൽ ഫിറ്റായിട്ടുള്ളവർ, അവർ വേറെ ഓരോ രംഗത്ത് ചെന്ന് അവരുടേതായ രീതിയിൽ, അത് ചിലപ്പോൾ ഒരു ഓൺട്രപ്രണർഷിപ്പ് ആയിരിക്കും, ഒരു സോഷ്യൽ ലീഡർഷിപ്പ് ആയിരിക്കും, അവരെങ്ങനെയാണ് അടുത്ത അല്ലെങ്കിൽ വേറൊരു ഫീൽഡിൽ ചെന്നിട്ട് അവിടെ അവർ എമർജ് ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന കഴിവുകളെ ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റ് മേഖലകൾ അവർ കണ്ടെത്തും. എന്തായാലും അവർ തോറ്റ് മടങ്ങാൻ തയ്യാറല്ല, അവർ ഫൈറ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരാണ്. പക്ഷേ ആ ഒരു ക്വാളിറ്റി, ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയും ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അനലിറ്റിക്കൽ സ്കില്ലും ഡിസിഷൻ മേക്കിംഗ് സ്കില്ലും പ്രോബ്ലം സോൾവിങ് സ്കില്ലും ഒന്നും നമുക്കില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. അതാണ് പ്രശ്നം വരുന്നത്. അതുകൊണ്ട് കുട്ടികളെ എങ്ങനെയെങ്കിലും കുറേ കോച്ചിങ്ങും ട്യൂഷനും കൊടുത്ത് എന്തെങ്കിലുമൊക്കെ പരീക്ഷകൾ ജയിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ ആക്കിക്കളയാമെന്നുള്ള ആ ധാരണകൾ മാറുക. അതാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അതാണ് വളരെ ആരോഗ്യകരമായി വളരാൻ കുട്ടികളെ അനുവദിക്കുക. ഇവിടെ കൗൺസിലിങ്ങും ഗൈഡൻസും കരിയർ ഗൈഡൻസും ഒക്കെ കുറേ കൂടി വ്യാപകമാകട്ടെ. ഈ തിരിച്ചറിവുകളിലേക്ക് നേരത്തെ വരട്ടെ. കഴിഞ്ഞ ദിവസമാണ് ഒരു വിമൻ ഗ്രൂപ്പാണ് അവരെന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, സാറേ ഇങ്ങനെ ടോക്സിക് ആയിട്ടുള്ള മനുഷ്യർ, അവർ കുടുംബങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ പ്രതിഫലനങ്ങൾ, അത് കുട്ടികൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ, ഇതിനെക്കുറിച്ച് സാറിന് ചർച്ച ചെയ്യണമെന്ന് ഞാൻ ചർച്ച ചെയ്യായിരുന്നു. അപ്പോൾ അവിടെയും ഞാൻ അവരോട് പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം, ടോക്സിക് ആയിട്ടൊരു മനുഷ്യൻ ലോകത്ത് പൊട്ടി വീഴുന്നൊന്നുമില്ല. ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നമ്മൾ ചെറിയ പ്രായത്തിൽ അവർക്ക് നല്ലത് കൊടുത്താൽ
ഒരു ഗുഡ്നെസ്സിലും അല്ലെങ്കിൽ നന്മയിലും വളർന്നു വരുന്ന കുട്ടികൾ, അവർ വളർന്നു വരുമ്പോൾ അവരെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അവർ വളർന്നു വന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കുന്നു, അവർക്ക് നമ്മൾ ആശ്വാസവും സന്തോഷവും കൊടുക്കുമ്പോൾ അവർ വളർന്നു വന്ന ആശ്വാസവും സന്തോഷമുള്ളവരായിട്ട് മാറുന്നു. അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസൊക്കെ ചെറിയ പ്രായത്തിലുണ്ട്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കി അതിനെയൊക്കെ റെക്ടിഫൈ ചെയ്യാൻ അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ അവരും വളർന്നു വരുമ്പോൾ അവർ കുറച്ചുകൂടെ ബ്യൂട്ടിഫുള്ളായിട്ട് റിഫ്ലക്റ്റ് ചെയ്തേനെ. ഇപ്പം മോശപ്പെട്ട മനുഷ്യർ ഇവിടെ ഉണ്ടാക്കപ്പെടുകയാണ്. അപ്പം അത് ഉണ്ടാക്കപ്പെട്ട് അങ്ങനെ നമ്മൾ മാനുഫാക്ചർ ചെയ്തെടുക്കുന്ന മോശപ്പെട്ട മനുഷ്യർ വീണ്ടും അതിനെ ഒരു മൾട്ടിപ്ലയർ എഫക്റ്റാണ്. അവർ ചെല്ലുന്നിടത്തെല്ലാം വീണ്ടും വീണ്ടും അവർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അങ്ങനെ കൂടുതൽ ആൾക്കാരെ അവരുടെ കൂടെ ജീവിക്കുന്നവരെല്ലാം അവർ രോഗികളാക്കി തീർക്കുന്നു. അങ്ങനെ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ നമുക്ക് എവിടെയൊന്ന് റിവേഴ്സ് ചെയ്യാൻ സാധിക്കുന്നത് കുറച്ചുകൂടെ ഈ മെറ്റീരിയലിസമൊക്കെ മാറ്റി വെച്ചിട്ട് കുറച്ചുകൂടെ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, ചൂസ് ലൈഫ്, ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, നന്മയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന, സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ജീവിത രീതിയിലേക്ക് നമ്മൾ വരിക. കഴിഞ്ഞൊരു 10-40 വർഷത്തെ ഈ മെറ്റീരിയലിസത്തിൻ്റെ റിസൾട്ടാണ് ഈ ഒടിഞ്ഞും തകർന്നുമൊക്കെ വീഴുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ ടോക്സിക്കായി പോകുന്ന മനുഷ്യൻ, അഗ്രസീവും വയലൻറ്റുമായി പോകുന്ന മനുഷ്യൻ, ഡ്രഗ്സിലെല്ലാം പോയി ആനന്ദം കണ്ടെത്താനായിട്ട് കൃത്രിമമായ സന്തോഷത്തിൻ്റെ പുറകിനോടുന്ന മനുഷ്യർ. മൊബൈൽ ഫോണിൽ കുട്ടി ഫുൾ ടൈം ഇരിക്കുകയാണെങ്കിൽ അവന് മനുഷ്യനുമായിട്ട് ഇടപെടാൻ ഒന്നുകിൽ താല്പര്യമില്ല, അല്ലെങ്കിൽ അവൻ ഇടപെട്ടിടത്തോളം അവന് യാതൊരു ആശ്വാസം അവരിൽ നിന്ന് ലഭിക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം നമ്മളുടെയും കൂടെ സൃഷ്ടിയാണ്. ആ കുട്ടിയെ അതിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നവനെ മനുഷ്യനിടയിൽ സന്തോഷകരമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. പലപ്പോഴും നമ്മൾ ചെയ്യുന്നില്ല. അതിനുപോലെ അവരെ കുറ്റപ്പെടുത്തുകയാണ്. സ്വാഭാവികമായിട്ട് ഇത്തരം അവസ്ഥയിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാവാൻ കുറച്ചുകൂടെ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, സന്തോഷത്തിനും ആരോഗ്യത്തിനും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്ന, നന്മയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന, മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലോകത്തിലേക്ക്, കുറച്ചുകൂടെ സാംസ്കാരികമായി ഉയർന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ ചിന്തകളും നമ്മുടെ വളർത്തലുകളും ഒക്കെ രൂപാന്തരപ്പെടട്ടെ. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്. ഹാപ്പി ലിവിങ്.